ആദ്യം തുടക്കം കുറിക്കുന്നത് ചെറിയ കുട്ടികളെ പറ്റിയിട്ടാണ്. ചെറിയ കുട്ടികൾ എന്തൊക്കെ ഇൻഫെക്ഷനൊക്കെ ആയി ഈ 14 വയസ്സ് മുകളിലുള്ള കുട്ടികൾ ബേസിക്കലി മെൻസ്ട്രൽ കംപ്ലയിൻ്റ് ആയിട്ട് വരാറുണ്ട്, യൂറിനറി ഇൻഫെക്ഷൻ കംപ്ലയിൻ്റ് ആയിട്ട് വരാറുണ്ട്, വൈറ്റ് ഡിസ്ചാർജ് കംപ്ലയിൻ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ മെൻസസ് പ്രശ്നം വരുമ്പോൾ കുട്ടികളോട് എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ്. ചെറിയ കുട്ടികൾ ഒരു 14-15 വയസ്സിൻ്റെ ശേഷം മെൻസസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മെൻസസ് റെഗുലർ ആവാൻ വേണ്ടിയിട്ട് ഒരു സമയം പിടിക്കും. അപ്പോൾ അത് റെഗുലർ ആവുന്നില്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് വന്ന് കണ്ടിട്ട് എന്താ അതിനെ പറ്റിയിട്ടെന്നുള്ളൊരു ചോദിക്കുക. ഇപ്പോൾ മെൻസസ് റെഗുലർ തന്നെ ആവുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മാസം കൂടുമ്പോൾ മരുന്ന് കഴിക്കലോ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ കാരണമോ അതിന് സ്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതായിട്ട് ചെയ്യാം. വൈറ്റ് ഡിസ്ചാർജോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അതിനുമായിട്ടുള്ള ചികിത്സയോ അതിൽ മരുന്നോ അങ്ങനെയൊക്കെ തരും. പിന്നെ കൂടുതൽ കാണുന്നത് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ബുദ്ധിമുട്ടുകൾ, വന്ധ്യത പ്രശ്നങ്ങൾ, പിന്നെ അതുകൂടാണ്ട് ഇതേപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വരും. അപ്പോൾ ചിലപ്പോൾ ഡോക്ടർമാർ വന്ന് കാണുമ്പോൾ ഭർത്താക്കന്മാർക്കും മരുന്ന് കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ ഭർത്താക്കന്മാർ ചോദിക്കും എന്തോ ഭാര്യയ്ക്ക് അല്ലേ കൊടുക്കേണ്ടത്, എനിക്ക് എന്തിനാ തരുന്നത്. അതേപോലെ ഈ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ബന്ധപ്പെടുമ്പോൾ ചില രോഗങ്ങൾ അതുപോലെ വരും. അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും അതിനുള്ള ചികിത്സകൾ കൊടുക്കും. പിന്നെ ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, തൈറോയിഡ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ ലെവലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കും. ജനറലി സ്ത്രീകളെല്ലാം കാർഡിയാക് പ്രശ്നം, ഷുഗർ പ്രശ്നമൊക്കെ അവരെന്നെ വന്ന് നോക്കും. പക്ഷേ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വരുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ വന്ന് ഒരു ജനറൽ ചെക്കപ്പ് ചെയ്യാൻ പൊതുവെ മടിക്കുന്നതാണ്. അത് പാടില്ല. ഹോസ്പിറ്റലിൽ വന്ന് ഒരു ജനറൽ ചെക്കപ്പ് എല്ലാ സ്ത്രീകളും ചെയ്യേണ്ടതാണ്. ഈ കൂടുതൽ സെർവൈക്കൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഇത് 12% ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ വന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. സെർവൈക്കൽ ക്യാൻസർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 30 വയസ്സിൻ്റെ മുകളിലെ എല്ലാ സ്ത്രീകളും എല്ലാ 3 കൊല്ലം ഒരു പാപ്സ്മിയർ എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. 20 വയസ്സ് മുകളിലുള്ളവർ, കല്യാണം കഴിഞ്ഞുള്ളവരാണെങ്കിൽ എല്ലാ 2 വർഷം. ഈ ടെസ്റ്റ് കൂടെ ഒരു 10 വർഷം കഴിഞ്ഞാൽ ക്യാൻസർ വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റാണ്. അതല്ലാണ്ട് ഓവറിയൻ ക്യാൻസറും കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു സ്കാൻ എല്ലാ വർഷവും, അല്ലെങ്കിൽ ഹെഡിറ്ററി ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഓവറിയൻ ക്യാൻസറായിട്ട് ഹെഡിറ്ററി ആയിട്ട് അവർക്ക് ഉണ്ടെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ വന്ന് ചെയ്യേണ്ടതാണ്. അതുകൂടാണ്ട് ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് വരുമ്പോൾ അല്ലെങ്കിൽ മാസക്കുളിയൊക്കെ നിൽക്കുന്ന സമയം വരുമ്പോൾ ബ്ലീഡിങ് വരുന്ന ഓരോ പ്രശ്നങ്ങൾ, യൂട്രൻ പ്രൊലാപ്സ്, യൂട്രസ് ചാടി വെളിയിൽ വരുന്ന പ്രശ്നങ്ങൾ അതൊക്കെ വരുന്നുണ്ട്. ഒരു സ്ത്രീക്ക് ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14 years to 45 years ആണ് ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത്. അതിനുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കാണാനുണ്ട്. മെനോപോസൽ ഏജ് എന്ന് പറയുന്നത് ഒരു 45 years തൊട്ടിട്ട് 56 വയസ്സ് വരെയാണ്. ഒരു പ്രാവശ്യം മെനോപോസ് ആയിക്കഴിഞ്ഞാൽ, അതായത് ഒരു വർഷം ബ്ലീഡിങ് ഇല്ലെങ്കിൽ പിന്നെ ബ്ലീഡിങ് വരരുത്. പിന്നെ ബ്ലീഡിങ് വരികയാണെങ്കിൽ അതിനുള്ള ചികിത്സ തേടാനുണ്ട്, ഹോസ്പിറ്റലിൽ വരാനുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കൊരു വർഷം ബ്ലീഡിങ് ഇല്ല, എന്തിനാണ് എനിക്ക് ഇനി ബ്ലീഡിങ് വരുന്നത് എന്നുള്ളത് നോക്കാനുണ്ട്. അതിനുള്ള ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാ ഏജിലും അത് ഒരു ആവശ്യമാണ്. ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ കാണുന്നത് ആവശ്യമാണ്. അപ്പോൾ വന്ധ്യത ചികിത്സയിൽ ഒരുപാട് പേർക്ക് ഓരോ ഹോർമോണൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഹോർമോണൽ പ്രോബ്ലംസ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് പ്രഗ്നൻസി ഒക്കെ ആവുക. അപ്പോൾ പ്രഗ്നൻസി ആവാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രീ പ്രഗ്നൻസി ആയിട്ട് ഫോളിക് ആസിഡ് ഒരു 3 മാസം മുന്നേ കഴിക്കേണ്ടത് നല്ലതാണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുന്നേ. ഒരുമിച്ച് നിന്ന് ഒരു വർഷമായിട്ടും പ്രഗ്നൻ്റ് ആവുന്നില്ലാച്ചാൽ വീണ്ടും ചികിത്സയായിട്ട് തേടാനുള്ളതാണ്. ഈ പ്രഗ്നൻസിയിൽ ഷുഗർ, പ്രഷർ ഒക്കെ അങ്ങനെ വരികയാണെങ്കിൽ, എൻഡോമെട്രിയോസിസ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭാവിയിൽ അത് ഷുഗർ, പ്രഷർ, പിന്നെ കൊറോണറി ഹാർട്ട് ഡിസീസൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നേരത്തെ ചെറിയ ഏജിൽ തന്നെ ഫുഡും ഡയറ്റൊക്കെ നോക്കി കൺട്രോൾ ചെയ്ത് വരേണ്ടതാണ്. ഈ പ്രഗ്നൻസിയിൽ ഒരുപാട് പ്രഗ്നൻസി ആവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് ചികിത്സകൾ തേടി വരുന്നുണ്ട്. അപ്പോൾ PCODക്കൊക്കെ നേരത്തെ ചികിത്സിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ്, പ്രഗ്നൻ്റ് ആയ സ്ത്രീക്ക് ഒബീസിറ്റി. അപ്പോൾ പ്രഗ്നൻസി ആവുന്നതിൻ്റെ മുന്നേ ഒരു 5 കിലോ എങ്കിലും കുറച്ചിട്ട് പ്രഗ്നൻ്റ് ആവണം നല്ലതാണ്. കാരണം പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു 11 കിലോ to 15 കിലോ വെയിറ്റ് കൂടും.
അപ്പോൾ വെയിറ്റ് കൂടുന്നതനുസരിച്ച് കുറേ ബുദ്ധിമുട്ടുകൾ, ഷുഗർ, പ്രഷർ എല്ലാം പ്രഗ്നൻസി വരുന്നതാണ്. സോ അപ്പോൾ ആ സമയത്താകുമ്പോൾ ഭക്ഷണം ക്രമീകരിക്കേണ്ടതാണത്. ഡയറ്റ് കൺട്രോള്, പ്രോപ്പർ പ്രഗ്നൻസിയിൽ തന്നെ എക്സസൈസ് ഉണ്ട്, ആൻറ്റിനേറ്റൽ എക്സസൈസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞാൽ പോസ്റ്റ് നേറ്റൽ എക്സസൈസുകളുണ്ട്, അതൊക്കെ ശരിക്കും ചെയ്യേണ്ടതാണ്. ചിലവർക്ക് റെസ്റ്റ് പറയും, ചിലവർക്ക് അത്യാവശ്യം വാക്കിംഗ് ഒക്കെ ആവശ്യമുണ്ടെന്ന് പറയും. അതനുസരിച്ച് വേണം കൂടുതൽ ചെയ്യാൻ. PCOD ഉള്ള പേഷ്യൻസിനൊക്കെ കൂടുതൽ അബോർഷൻസൊക്കെ സാധ്യത ഉള്ളതാണ്. അതേപോലെ ഷുഗർ വരാൻ സാധ്യത ഉള്ളതാണ്. അതനുസരിച്ചുള്ള ബെഡ് റെസ്റ്റും ഇൻസുലിൻ എടുക്കലും അതൊക്കെ ചെയ്യാണ്ട്. മിക്കവാറും പേർക്ക് മരുന്ന് എടുക്കാനോ അല്ലെങ്കിൽ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാനോ തൈറോയിഡിൻ്റെ മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അത് പേടിക്കേണ്ട. പ്രഗ്നൻസിയിൽ എന്തെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞ് ഒരു 6 ആഴ്ച കഴിഞ്ഞ് അത് മാറി പിന്നിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അതൊന്നും പേടിച്ച് എനിക്ക് മരുന്ന് എടുക്കേണ്ടി വരുന്നല്ലോ, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കേണ്ടി വരുന്നല്ലോ, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ചികിത്സ എടുക്കേണ്ടി വരുന്നല്ലോ, അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചില കാര്യങ്ങൾക്ക്, വളരെ കുറച്ച് കാര്യങ്ങൾക്ക് ഇപ്പോൾ പ്രഗ്നൻസി പാടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ സിവിയർ ഹാർട്ട് ഡിസീസ് അതിനൊക്കെ പാടില്ല എന്നുള്ളതല്ലോ, അതിന് പോലും ചെറിയ സൊല്യൂഷൻസൊക്കെ ഇപ്പോൾ തൊട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഫ്രം 14 ഇയേഴ്സ് റീപ്രൊഡക്റ്റീവ് ഏജും പിന്നെ മെനപ്പോസ് ആയതിലും എല്ലാ കാര്യങ്ങളിലും ചികിത്സ എടുക്കേണ്ടതുണ്ട്. ആ സമയമാകുമ്പോൾ വരണം. പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനുള്ളൊരു ഇതാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്.